ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ക്ലീനിങ് ഡേ 4 ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഞാൻ ഇന്നാണ് കേട്ടോ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് മിനിയാന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടേ എന്ന് ചോദിക്കണം കേട്ടോ. ക്ലീനിങ് എല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വീഡിയോ ഇടാൻ സമയം കിട്ടാത്തത് കാരണം വീഡിയോ ഇടാത്തതാണ്. ഏച്ചെങ്കിൽ ബെഡ്റൂം കേട്ടോ, ബെഡ്റൂം ക്ലീൻ ചെയ്യുന്ന കേട്ടോ. ഞാനത് മിനിയാത്തൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇതൊരു ബെഡ്റൂം ക്ലീൻ ആക്കാൻ ഭയങ്കര പാടാണെന്ന്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര പാടാണ് കേട്ടോ ഈ ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ. ഏച്ചെങ്കിൽ നെയ്ലാവും നെയ്യാസും എല്ലാ കച്ചറെല്ലാം കൊടുക്കുന്ന ഒരു റൂമാണ് ഇത്. സ്കൂളത്തെ ആണെങ്കിലും മദ്രസയിലത്തെ ആണെങ്കിലും ഓരോ ടോയ്സ് കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കച്ചറ കൂട്ടുന്നുണ്ട്. ഈ റൂം എപ്പോൾ ഇങ്ങനെ കച്ചറ തന്നെയായിട്ട് നിൽക്കുന്നുണ്ട്. ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ മേലൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ വെക്കും. പിന്നെ ഇങ്ങനെ ഇസ്തിരി ഇടുന്ന സ്ഥലം, സ്റ്റഡി ടേബിൾ എല്ലാം വെക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് മാക്സിമം കച്ചറ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും കേട്ടോ. കച്ചറ മീൻസ് ഒരു പേപ്പർ കട്ടാക്കിയിട്ടിട്ടും പിന്നെ ഒരു ബുക്ക് ബാക്കി മുറിച്ചിട്ടത് അങ്ങനത്തെ എല്ലാം അതിലുള്ള കേട്ടോ. വേസ്റ്റിൻ്റെ പാത്രങ്ങളെല്ലാം ആക്കിയിട്ട് ഞാൻ വെക്കും. എന്നാലും അവർ എല്ലാം നിലത്തിട്ടിട്ടും അതിന് ഇടയിൽ ടേബിളിൻ്റെ ഇടയിലെല്ലാം ഒന്നും കാണൂലല്ലോ. ഡെയിലി അടിച്ചിട്ട് തോർത്തുന്നെങ്കിലും ഇടയിൽ ബാക്കിയുള്ളത് അവിടെ തന്നെ ബാക്കിയായി പോകുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലായിട്ടൊന്നും ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബെഡെല്ലാം കൊണ്ടുപോയി പുറത്തിട്ട് അങ്ങനെ കർട്ടനെല്ലാം ഇട്ടിട്ട് വെളിയാക്കി വെച്ചിട്ട് സാധനം എല്ലാം എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. എത്ര ക്ലീൻ ആക്കിയെങ്കിലും ക്ലീൻ ആവാത്തൊരു റൂമാണ് ഇത്. എനിക്ക് നല്ലോണം മടുപ്പ് തോന്നിട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ. എന്താ വെച്ചെങ്കിൽ എത്ര ഒരുക്കി വെച്ചെങ്കിലും അതെന്തായിട്ട് നെയിലെടുത്തിട്ട് താഴെ വെച്ചിട്ടുണ്ടാവും. നെയ്യാതിനും കാട്ടിയും കടയാണ് കേട്ടോ ഈ നെയില. അപ്പോൾ എല്ലാം എടുത്തിട്ട് അവിടെ വെക്കുമ്പോൾ നമ്മൾ പണിയൊന്നും ഇപ്പോൾ ഒരു റൂമൊരു വൃത്തിയായിട്ട് നിൽക്കില്ല. എൻ്റെ ഉമ്മാൻ്റെ റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ എപ്പോൾ ഉണ്ടാവും കേട്ടോ. ഈ റൂം ഞങ്ങൾക്ക് ഓരോരിക്കൽ ഞാൻ ചൊടിച്ചിട്ട് ഇളക്കിയിട്ട് പോലും അറിയുന്നില്ല. അങ്ങനെ ഇളക്കിയിട്ട് പോലാണ് മതിയായി എടുത്തിട്ട് വെച്ചിട്ട്. പിന്നെ പഞ്ചലും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടാ. ഇതുപോലെ ഓർ മുറിച്ചിട്ട പേപ്പറും കാര്യങ്ങളാണ് ഉണ്ടാവൽ. അങ്ങനെ നെയിലുള്ളത് കൊണ്ട് തന്നെ ഞാനിതെല്ലാം മൊത്തത്തിലൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ വലിയ പണി ആലോചിച്ചെങ്കിൽ ഇത് ഈ ബെഡല്ലേ ചേരി നിറച്ച ബെഡ് തോന്നും വെയിറ്റായിട്ട് ഇങ്ങനെ അനക്കാൻ പറ്റുന്നതായിട്ടാണ്. പിന്നെ അതെല്ലാം നല്ല കട്ടിലും കപ്പാടിട്ടാ. അത് നല്ല വുഡിൻ്റെ ആയതുകൊണ്ട് ഇപ്പോൾ സാധാരണ എൻ്റെ റൂമിലെല്ലാം ഉള്ളത് മറ്റേ ഫ്ലൈവുഡില്ലേ ആ ടൈപ്പാണ്. അപ്പോൾ ഇതെല്ലാം നല്ല വുഡായതുകൊണ്ട് കട്ടിൽ കപ്പാടൊക്കെ അനക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ റൂമിലത്തെ വെയ്റ്റ്ലെസ് ബെഡായതുകൊണ്ട് അതൊന്നും ഈസി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി പുറത്തിടാൻ വേണ്ടിയിട്ട് പറ്റീന്. പക്ഷേ ഇത് ഞങ്ങൾ രണ്ടാൾ കൂടിയിട്ട് നമുക്ക് അനക്കാനേ പറ്റിയിട്ടെ. എങ്ങനെയെല്ലാം ഉന്തിയിട്ട് കൊണ്ടുപോയതാണ്. പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് വെച്ചാണ്. നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നിലത്തുള്ള പഞ്ചലും കാര്യങ്ങളൊന്നും മുകളിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടാ. ഈ താഴെ തന്നെ ആവശ്യമില്ലാത്ത ഈ ഓർക്ക് അത്രയും പേപ്പർ കണ്ടെങ്കിലേ പിന്നെ എന്ത് ചോദിക്കണം. അന്ന് മംഗലമാണ് പുരയിൽ എങ്ങനെയെല്ലാം മുറിച്ചിടാൻ കഴിയുന്നു അങ്ങനെയെല്ലാം മുറിച്ചിടും. അപ്പോൾ അതാണ് ഈ വേസ്റ്റായി പോകുന്നത്. എത്ര വേസ്റ്റ് കൊണ്ടുവച്ചാൽ വേസ്റ്റിലിടുകയും ചെയ്യും. അന്നും ഓർക്ക് നിലത്തിടാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. എങ്ങനെയാട്ടോ ഈ വേസ്റ്റ് ഇങ്ങനെ കൂടുന്നത്? അങ്ങനത്തെ സംഭവത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാം ഇങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതെല്ലാം ഈ പുരയിൽ മാത്രമായി ഈ സംഭവം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിലവിടെ എപ്പം പറയും, നീ ഇനി 5ാം ക്ലാസ്സിലേക്കെല്ലാം എത്തിയില്ലേ, നീ ഇങ്ങനെ മുറിച്ചിട്ട് കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ല. നീ ഇനി എന്തെങ്കിലും GK അങ്ങനത്തെ ജനറൽ നോളേജ് ആയിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് വായിക്കാനാ മറ്റേ നോക്കുന്നു. ഓൾ കേൾക്കില്ല കേട്ടോ. ഓൾ ചെറിയ കുഞ്ഞിനും കാട്ടിയും കടിയാക്കിയിട്ട് ഉണ്ടതെല്ലാം മുറിച്ചിട്ടിടും. അങ്ങനെ ഓരോരോ സൈഡിൽ നിന്ന് എടുത്തിട്ട് മുകളിൽ നിന്ന് താഴെട്ടതിൻ്റെ ശേഷമല്ലേ ഞാൻ ഓരോരോ സൈഡിൽ നിന്ന് തന്നെ എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ടാ. എല്ലാം ഒന്നാ ക്ലീൻ ആക്കാൻ കഴിഞ്ഞ് നടക്കല. ഓരോ റൂം മാത്രം കേട്ടോ ഒരു ദിവസം ഞാൻ ക്ലീൻ ചെയ്ത് എല്ലാം മൊത്തത്തിലൊന്നാകെ വലിച്ച് വാരി കിട്ടെങ്കിൽ എനിക്ക് തന്നെ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കിയതാണ്. രാവിലെ തന്നെ തുടങ്ങിയിട്ടാ. 2 റൂം ഒരു ദിവസം തന്നെ ക്ലീൻ ചെയ്യിച്ചിട്ട് രാവിലെ തന്നെ തുടങ്ങിയതാണ്. ഇതെന്ന് വെച്ചെങ്കിൽ രാവിലെ വെറും ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ട് തുടങ്ങിയ പണിയാണ് കേട്ടോ. എൻ്റെ അപ്പം തിന്നാലും തുടങ്ങിയൊന്നും തിന്നിട്ടൊന്നും പണി നടക്കില്ലാന്ന് വിചാരിച്ചിട്ട് വെറും ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ട് തുടങ്ങിയ പണിയാണ്. ഒരു സൈഡിൽ നിന്നേ അടിച്ചിട്ടില്ല, ഇങ്ങനെ മൂലയ്ക്ക് കൂട്ടിയിട്ട് അവിടെ തന്നെ വാരിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. എത്ര പഠിച്ചോനെ കാട്ടുന്നത് കണ്ടില്ലേ? ഇതാണ് എപ്പോൾ സ്ഥിരം അധികം അതിൻ്റെ പകുതി അധികം അടിക്കും കിട്ടലുണ്ടാവേ. പേപ്പർ തന്നെ വേറെ എന്ത് കച്ചറ കാട്ടില്ല. ഒറ്റ പേപ്പറും എറി മുറിച്ചിട്ട് ഈ സംഭവം മാത്രം. ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ. ഇപ്പോൾ 3 ദിവസത്തിലെന്ത് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇനി ആവട്ടെ എങ്ങനെ കണ്ട് നിങ്ങളെ തല മണ്ടക്ക് പാട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അത്രക്കും ഞാൻ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര ക്ലീൻ ആക്കിയെങ്കിലും എപ്പോൾ ഒരു ക്ലീൻ ഇല്ലാത്ത പോലെ ഇരിക്കും. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഇതിന് മുന്നേ 1-2 പ്രാവശ്യം തുടച്ചിട്ടാ. പക്ഷേ ഈ ഗ്ലാസ് എടുക്കാൻ നല്ല രസമാണ്. വലിയ ഗ്ലാസ് ആയതുകൊണ്ട് നല്ല ക്ലീനിൽ കാണുന്നുണ്ട്. അങ്ങനെ ജനലും ഗ്ലാസ് ഒറ്റൊരു ജനലേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പെയിൻ്റെല്ലാം ഇല്ലേ ഈ കളറ് ബോക്സിലത്തെ കളറെല്ലാം എടുത്തിട്ടെല്ലാം ഇവിടെ കുരച്ചിട്ട് ഫുള്ള് കച്ചിരാക്കിന് കേട്ടോ. റൂം വെച്ചെങ്കിൽ എന്താ പറയുന്നത് സ്കൂളിനെയും കാട്ടിയും കടിയാണ് ഈ റൂമിൻ്റെ അവസ്ഥ എപ്പോൾ ഉണ്ടാവില്ല. എൻ്റെ റൂമിലെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ പറക്കിയിട്ട് പുറത്ത് തന്നെ ഇടില്ല. മതി നിങ്ങൾ കളിച്ചതും പഠിച്ചതും അത്രക്കും അവരെന്താ പറയുന്നത് എല്ലാ ഇതും റൂമിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ വയ്യെത്തുന്നതിന് വേണ്ടിയിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് കച്ചറാക്കൽ.
പിന്നെ ഒരു റൂമും കച്ചറായിക്കോട്ട് എന്നിട്ട് ഞാൻ അങ്ങനെ വിടും. അങ്ങനെ കബോർഡിൽ ഇങ്ങനെ പുറത്ത് ഞാൻ അധികം ജനലിങ്ങനെ തുറന്നിട്ട് തന്നെ വിടലിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പൊടിയൊക്കെ വന്നിട്ട് കട്ടിലും കപ്പോട്ടിലും നല്ല പല ചണ്ടി തുണിയാക്കിയിട്ട് തന്നെ തോർത്തിയിട്ടാ. ഇത് 10-12 കൊല്ലമായ കപ്പാട്ടാണ്, എൻ്റെ കല്യാണത്തിൻ്റെ കപ്പാട്ടാണ് കേട്ടോ. പക്ഷെ ഒന്നും ആയിട്ടിട്ട് അടിപൊളി കപ്പാട്ടാണ്. സാധാരണ കപ്പാട്ടെങ്കിൽ എപ്പോഴും ഇത് പൊളിഞ്ഞിട്ട് പോയിട്ടാട്ടിന്, ഇത്ര നല്ല കപ്പാട്ടാണ് കേട്ടോ ഇത്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഓൾ സ്റ്റഡി ടേബിളായി പിന്നെ അയൺ ടേബിളായി രണ്ടായിട്ട് യൂസ് ആക്കാമെന്ന് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അയണിങ്ങിന് മാത്രം കേട്ടോ, സ്റ്റഡി ടേബിളായിട്ട് ഓൾ യൂസ് ആക്കലില്ല. സത്യം പറഞ്ഞെങ്കിൽ പഠിക്കലില്ല എന്ന് തന്നെ. എക്സാം ടൈമിന് മാത്രം ബുക്ക് തുറന്നിട്ട് നോക്കുന്ന ഒരു സ്വഭാവമേ കേട്ടോ ഓക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന ടേബിളായിട്ട് തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബുക്ക് വെക്കും കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പഠിക്കുന്ന അങ്ങനെ സംഭവമല്ല. എക്സാം ടൈമിനാകുമ്പോൾ എൻ്റെ റൂമിൽ വന്നിട്ട് ബുക്ക് എടുത്തിട്ട് ഇരിക്കും, അത്ര തന്നെ. നമുക്കെല്ലാം ഞാനെല്ലാം സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഡെയിലി എഴുതാനും പഠിക്കാനെല്ലാം ഉണ്ടാകുന്നു. ഇവർക്കൊന്നും എന്തില്ലേ എന്താണെന്ന് എനിക്കറിയാത്തത്. എപ്പം പഠിക്കലൊന്നും അങ്ങനെയൊന്നുമില്ല. ടീച്ചറിനോട് ഞാൻ പറഞ്ഞിട്ടും ഓൾക്കൊരു പ്രയോജനമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വിട്ട് പഠിക്കാൻ അറിയുന്ന സമയത്ത് പഠിച്ചോട്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ നല്ലോണം താഴ്ചിട്ട് കൈയായിരിക്കുമല്ലോ ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് തന്നെ കുടിക്കാൻ. അതും കുടിച്ചിട്ട് വീണ്ടും പണി തുടങ്ങി കേട്ടോ. പിന്നെ ഇതൊരു ദിവാൻ കൊണ്ടിട്ട് ഇതിലൊക്കെ ഞാൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തിക്കുണ്ട്. അല്ലെങ്കിൽ അതെൻ്റെ അവസ്ഥ ഒന്നും കാണണ്ടായിരുന്നു മണ്ണ് പിടിച്ചിട്ട്. പിന്നെ ഇവരെല്ലാ യുദ്ധവും കളിയും എല്ലാം ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് എല്ലാ മണ്ണും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ മൂലയ്ക്കുന്നില്ലേ അടിച്ചിട്ടും ഓരോരോ മൂലയൊക്കെ തോർത്തിക്കൊണ്ട് വന്നിട്ടാ. എല്ലാം ഒന്നിച്ച് പുറത്തിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നല്ലോണം പൈക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ നല്ലൊരു കോഫി ജ്യൂസ് ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നല്ല പാങ്ങണ്ടായിരുന്നു കേട്ടോ ജ്യൂസ്. പിന്നെ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ അപ്പം ഒന്ന് ചുട്ടിട്ടുണ്ടായിരുന്നു. രാത്രിത്തെ കലത്തപ്പം ബാക്കി ഉണ്ടായിരുന്നു. അവളോട് തിന്നോന്ന് പറഞ്ഞു. അവൾ തിന്നിട്ടൊന്നുമില്ല, ഞാനും തിന്നിട്ട. അങ്ങനെ ജ്യൂസ് കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം അഡ്ജസ്റ്റ് ആക്കി. പിന്നെ ഉച്ചയ്ക്ക് ഫ്രിഡ്ജിൽ ചോറുണ്ടായിന്, അത് ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന പണിയൊന്നും നടന്നെങ്കിൽ ഈ പണിയൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച്. പിന്നെ ആകെ കുഴഞ്ഞ് ഗൈസ്. എന്ത് പറയുന്നത്, തല ഇറങ്ങാനുള്ള തുടങ്ങി. ഇതിൻ്റെ ഉള്ളിൽ പണിയെടുക്കുമ്പോഴുള്ള അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ ഇല്ലേ ഇതിനുള്ളിൽ ഏടെ എന്ത് വെക്കണ്ടേ എന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല. ഒരു സൈഡ് സ്വിച്ച് ബോർഡ് ഉണ്ടാവും, ഒരു സൈഡ് അയണിങ്ങിൻ്റെ ഇടാണ്, പ്ലഗ് ഇല്ലാതെ വരും. മറ്റേ സൈഡിൽ പിന്നെ ഗ്ലാസ് ആകുമ്പോൾ ആടി ഇടാൻ കഴിയില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതാണ്. അങ്ങനെ എങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഒരിക്കൽ ഇട്ടാന്നിട്ട് കട്ടിൽ മാത്രമേ ഞാൻ ഇടാൻ വേണ്ടി വിചാരിച്ചിട്ടാണ്. കട്ടിലിട്ട് നോക്കാം, എന്നിട്ട് നെക്സ്റ്റ് പ്ലാൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയെല്ലാം ഈ അയണിങ് ടേബിളിനെല്ലാം ഇങ്ങോട്ട് നീക്കിയിട്ട് കട്ടിൽ വലിച്ചിട്ട് അങ്ങോട്ട് ഇട്ടിട്ടാ. എന്ന് വെച്ചെങ്കിൽ കട്ടിൽ എനിക്കാനേ പറ്റുന്നില്ല, പൊന്തിക്കാനൊന്നും കഴിയില്ല. അവ വലിച്ചിട്ട് തന്നെ ഇടൽ, വലിക്കാനേ കഴിയുന്നില്ല. അവ അതിൻ്റെ ആ പണിയെടുത്തതിൻ്റെ എനിക്ക് 1-2 ദിവസം നല്ലോണം ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അത്രക്കും വൈകുന്നുണ്ടായിട്ട് നമുക്കൊന്നും ഈ പണിയെടുക്കാൻ പറ്റുന്നില്ല. എന്തെന്ന് അറിയില്ല, പണിയെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഒന്നാമത് ഭയങ്കര ചൂടും. ഇങ്ങനത്തെ പണിയെടുത്തെങ്കിൽ ഫുഡിൻ്റെ പണിയൊന്നും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഫുഡിൻ്റെ പണിയൊന്നും എടുക്കാണെന്നത്. അങ്ങനെ രാവിലെ പട്ടിണിന്നൊന്നും പറയാനില്ല, ജ്യൂസാക്കിയിട്ട് കുടിച്ചിന്. പിന്നെ ഉച്ചക്കത്തെ ചോറ് കഞ്ഞിയാക്കിയിട്ട് കുടിച്ചിട്ടാ. നല്ല കഞ്ഞിയും മോരെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ കഞ്ഞി കുടിച്ചിട്ടാ. നമുക്ക് വിശപ്പ് മാറിയിട്ടൊന്നുമില്ല, നല്ല പൈക്കുന്നുണ്ടായിന്. പിന്നെ ഈ ഫാൻ ഇട്ടുകൊണ്ട് തന്നെ ഇട്ട് അടിക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ അടുക്കുന്ന ഓഫ് ആയിക്കൊണ്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫാൻ ഇടാതിരിക്കുമ്പോൾ ചൂടെടുക്കുന്നത്, ഫാൻ ഇട്ടെങ്കിൽ കാട്ടും പാറെന്ന് പറയുന്നില്ലേ. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ടില്ല. ഏകദേശം നല്ല ക്ലീൻ ആയിന് കേട്ടോ, നല്ല അടിപൊളിയായിന്. അടിച്ചിട്ട് തോർത്തുനാട്ടി മുന്നേ നല്ല തിളങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സൈഡ് മാറ്റിയിട്ടാകുമ്പോൾ തന്നെ നിങ്ങളെപ്പോലെല്ലാം ഇങ്ങനെയാണ് ഉണ്ടാവില്ലേ. ഇങ്ങനത്തെ അവസ്ഥ ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര കച്ചരൊന്നും ആരെ പോലെല്ലാം ഉണ്ടാവും ഞാൻ വിചാരിക്കലുണ്ടായിരുന്നു. ഈ ചെമ്മനാടൊന്നും ഉണ്ടാകുമ്പോൾ ഇത്രയൊന്നും കച്ചറുണ്ടായിട്ടല്ല. അപ്പോൾ ഇവിടെ എത്തിയിട്ടാകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് എന്തും സംഭവം എന്ന് അറിയുന്നില്ല. അവിടെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ആടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ റൂം മാത്രം ക്ലീൻ ചെയ്തെങ്കിൽ മതിയല്ലോ. ഇത് പര മൊത്തം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ മുക്കിലും മൂലയിലും എത്തണയും വേണം. ഓരോ കണ്ണെത്തുന്നില്ല, ഇവർ ശരിയാക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവളോട് നിൻ്റെ ബുക്കെല്ലാം എടുത്തിട്ട് വെക്കുമെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഇരുന്നുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അത്രക്കും മടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കട്ടിലും കപ്പാട്ടും നീക്കുന്നതല്ലേ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാം ക്ലീൻ ആക്കിയിട്ട് ആയിന് കേട്ടോ. ഉള്ളെല്ലാം ക്ലീൻ ആക്കിയിട്ടായി. കർട്ടന് തോർത്തിട്ടും പഞ്ചലെടുത്തിട്ടില്ല അതിന്. അങ്ങനെ കട്ടിലിന് നീക്കിയിട്ടായിട്ടാ. അതിന് ദിവാൻ ഈ സൈഡ് കൊണ്ടിട്ടായി. 5 മിനിറ്റ് ഇരുന്നിട്ടായിട്ടില്ലേ കട്ടിലിതിൻ്റെ അതിന് ചിന്തിക്കുന്നത് ഇതേടുന്നതെന്ന്. അങ്ങനെ ദിവാൻ കോട്ടിനെ ഈ സൈഡിലേക്ക് മാറ്റിന് കേട്ടോ. നല്ല സൗകര്യമാണ്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടീന് കേട്ടോ. ഫൈനലി ഈ അയണിങ് ടേബിൾ സ്റ്റഡി ടേബിളിനല്ലേ ഈ പ്ലഗിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് വെച്ചിട്ടാ. കാരണം ഇസ്തിരി ഇടാണ്ട് ഇനി കയ്യില്ല. എന്തായാലും സ്കൂളിലേക്ക് പോകുമ്പോൾ യൂണിഫോമിനൊക്കെ ഇസ്തിരി ഇടണ്ടേ. അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞിനെങ്കിൽ സാരുണ്ടായിട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇസ്തിരി ഒന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല, നോമ്പല്ലേ. അങ്ങനെ ഞാൻ പ്ലഗിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് വെച്ചല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവണ്ടായിച്ച്. അങ്ങനെ കപ്പാട്ടിനല്ലേ കബോർഡിന് ആ സൈഡിലേക്ക് അങ്ങനെ ചുമരിലേക്ക് അടുപ്പിച്ച് വെച്ചിട്ടാ. ഇത് ഡാൻസ് കളിക്കുന്നതെന്ന് പറയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ കപ്പാട്ടുണ്ടായിരുന്നത്. എങ്ങനെ നീക്കെങ്ങും അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. ഞമ്മ പറഞ്ഞ കണക്ക് എന്ത് പറഞ്ഞു ആ കപ്പാട്ട് കേൾക്കുന്നുണ്ടായിട്ടേ. പിന്നെ കപ്പാട്ടിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ പഞ്ചലുണ്ടായിരുന്നു കേട്ടോ. കാരണം കപ്പാട്ട് അങ്ങനെ നീക്കാൻ കഴിയുന്ന കപ്പാട്ടില്ല, നല്ല മരത്തിൻ്റെ കപ്പാട്ടായതുകൊണ്ട്
നീക്കാൻ ഭയങ്കര പാടാണ്. ആകെ 2 ഡോർ ഉണ്ടതെങ്കിലും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 4 ഡോറിനെക്കാട്ടിയും വെയിറ്റ് ആ 2 ഡോറിന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കപ്പാട്ടിന്. അങ്ങനെ നെയിലാവും കുറച്ച് തോർത്തി അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടായിട്ട് അങ്ങനെ നെയിലാട് പറഞ്ഞ് നീ തിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. എന്തായാലും അത് അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ. പിന്നെ രണ്ടാളും ഒരേ സമയം അങ്ങനെ തിരിച്ച് നോക്കി എങ്ങനെ എല്ലാം ആക്കിയിട്ട് അടുത്തേക്ക് എത്തിച്ച് ഗൈസ്. ആകെ അത്ര തന്നെ ഒരു ചവിട്ടിൻ്റെ ദൂരത്തേക്ക് എത്തിക്കാൻ നല്ലോണം പാടുപെട്ടിനവ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ കാട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തെ അവസ്ഥ കണ്ടില്ലേ, ഇതാണ് അതിന് പുറത്ത് റൂമിൻ്റെ പുറത്തെ അവസ്ഥ. അങ്ങനെ ബെഡ്റൂമെല്ലാം ക്ലീൻ ആയ ശേഷം ഇനി ബെഡ് കൊടുത്തിട്ട് ഇടാന്ന് വെച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയല്ലേ. ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. മുന്നത്തെ പോലെയല്ല, ഇപ്പോൾ കാണുമ്പോൾ നല്ല വൃത്തിയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതിനായിട്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ. അങ്ങനെ ഇനി ബെഡ് കൊടുത്തിട്ട് ഇടാന്ന് വെച്ചിട്ട് എല്ലാം കഴിഞ്ഞില്ലേ, അടിപൊളിയല്ലേ, കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ബെഡ് എടുത്തിട്ട് കൊടുത്തിട്ട് വേണം. ആ ബെഡ് എടുക്കാൻ പോകുന്നു വിചാരിക്കുമ്പോൾ എനിക്ക് ക്ഷീണമാണ് കേട്ടോ. എന്ത് വെയിറ്റുള്ള ബെഡ് ഉണ്ട്, ചേരി പറ്റ നിറച്ച ബെഡാണ്. ഇപ്പോഴത്തെ ബെഡ് പോലത്തെ ഇത് പണ്ടത്തെ ബെഡല്ലേ, അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും അതിലുണ്ടായിരുന്നു കേട്ടോ. അത്ര വെയിറ്റ് ആയിട്ട് താങ്ങാൻ പറ്റാത്തൊരു വെയിറ്റാണ്. ചാടാനും മനസ്സിലായിരുന്നില്ല. ആരും അത്യാവശ്യം വന്നാൽ കെടുക്കാനായി എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആരും കെടുക്കലൊന്നും ഇല്ല, അതിൽ വെറുതെ വെച്ചിരിക്കുന്ന ബെഡാണ്. ഈ റൂമിൽ ആരും പിടിക്കുന്ന ബെഡല്ല കേട്ടോ. വെറുതെ നമ്മളെ റൂമിൽ മാത്രം, അപ്പുറം ഇപ്പുറമൊന്നും പോലില്ല. ഓരോന്നും കച്ചറാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ബെഡും ഈ റൂമും യൂസ് ആക്കലുള്ളത്. അങ്ങനെ എന്താ വെച്ചെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടില്ലേ ഷീറ്റ് വിരിച്ചറാട്ട് തന്നെ വന്നിട്ടാ. ഷീറ്റ് വിരിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ കവർ കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അതിനെ കൊണ്ടുവച്ച് വേറെ ബെഡ്ഷീറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇതാട് വെച്ചങ്ങാട് തന്നെ ബാക്കിയാവും. അങ്ങനെ അതിൻ്റെ ഒരു കവറും പോരി അതിൻ്റെ ഇടയിൽ നിന്ന് അടിച്ചിട്ട് വന്നിനവേ കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കയറിയതാട് വെച്ചങ്ങാട് തന്നെ ബാക്കിയാവണ്ടെന്ന് വിചാരിച്ചു അതിനെ സ്റ്റിച്ചാക്കിയിട്ട് വന്നിട്ടാ. അങ്ങനെ ബെഡ്ഷീറ്റ് പിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കോൾ വന്നിട്ടാ. കോൾ വെച്ച് എനിക്കൊരു പാസ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതൊരു പെൻഡിങ് ആക്കിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ആ കോളിന് അതിൻ്റെ കുറച്ച് പാസ്പോർട്ടിൻ്റെ പണി അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തിട്ടാന്ന് വെച്ചെങ്കിൽ അവർക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നമുക്കതിങ്ങനെ പെൻഡിങ് വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതും കൂടി ഞാൻ അതേ സെയിം ടൈമിൽ തന്നെ ഒന്ന് ചെയ്തിട്ടാണ്. ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് പകുതിയാക്കിയിട്ടാണ് ഞാൻ ഈ പണി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞ ശേഷം ബെഡ്ഷീറ്റ് ബാക്കിയുണ്ടതും പിരിച്ച് അങ്ങനെ റൂമെല്ലാം നല്ല അടിപൊളിയായിന് കേട്ടോ. പുറത്തെ അവസ്ഥേനെ പറയേണ്ടേ കേട്ടോ. പുറത്ത് ക്ലീൻ ആക്കാനാന്ന് പാട്. ഞാൻ വെച്ചെങ്കിൽ എല്ലാം ഒന്നൊരുപാട് വാരിയിട്ട് കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് വേണ്ടത് മാത്രം പുറത്തുനിന്ന് എടുത്തിട്ട് കൊടുന്നിട്ടാ. എന്ന് വെച്ചെങ്കിൽ അത്രക്കും ഇത് എല്ലാം പരക്കി പിടിക്കുമ്പോൾ നല്ലോണം പണി പിടിക്കുമെന്ന് വിചാരിച്ച്. അടിപൊളിയല്ലേ, ഇപ്പോൾ കാണുമ്പോൾ നല്ല ചിലയിന് കേട്ടോ. അടിപൊളിയായിന്, മാഷാഅല്ലാഹ് അടിപൊളിയായിന്. നിങ്ങൾ പറയാണ്ട് തന്നെ എനിക്ക് തന്നെ അറിയുന്നത് അടിപൊളിയായിന്, നല്ല വൃത്തിയായിന് കേട്ടോ. അപ്പം പുറത്തെടുത്ത അവസ്ഥ പറയണ്ട അത്രക്കും കച്ചറാന്ന് കണ്ടു നോക്കിയിട്ടാ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരും. അതുവരേക്കും ബൈ.